വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM അഡ്മിഷൻ എടുത്തുള്ള കുട്ടികളുടെ ഭാഗത്തുനിന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് എന്നായിരിക്കും? സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ 5 പേപ്പേഴ്സിൻ്റെയും ഫസ്റ്റ് സെമസ്റ്ററിലെ അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. കേരളത്തിലുള്ള മറ്റുള്ള എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്തു. സോ കഴിഞ്ഞ വർഷമാണ് MCOMൻ്റെ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ എക്സാം നടന്നതിൻ്റെ ബേസിൽ മാത്രമാണ് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ഏത് മന്തിലാവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറയാൻ സാധിക്കുള്ളൂ. ദെൻ ആ സെയിം മന്തിൽ തന്നെ ഇപ്രാവശ്യം നടക്കണമെന്നും നിർബന്ധമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവണമെന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബിഗിനിങ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ വന്നിട്ടുള്ള ലാഗ് ഇപ്രാവശ്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കഴിഞ്ഞ അക്കാഡമിക് ഇയർ MCOMൻ്റെ അഡ്മിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ ഇൻടേക്ക് ജൂൺ ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എക്സാം മെയ് മാസത്തിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. എന്താണ്, കഴിഞ്ഞ അക്കാഡമിക് ഇയർ ജൂലൈയിൽ അഡ്മിഷൻ എടുത്തുള്ള MCOMൻ്റെ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് മെയ് മാസത്തിലാണ്. സോ ഇപ്രാവശ്യം അഡ്മിഷൻ എടുത്തുള്ള കുട്ടികൾക്ക്, നിങ്ങളിപ്പോൾ ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഈ മെയ് മാസത്തിൽ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അതിനായിട്ട് മുമ്പ് വരാം. കഴിഞ്ഞത് ആദ്യത്തെ ബാച്ച് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് ലാഗ് ആയതുകൊണ്ടായിരിക്കാം. എന്നാലും കഴിഞ്ഞതിൻ്റെ ബേസിൽ ഏകദേശം ഏപ്രിൽ മെയ്യിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം പ്രതീക്ഷിക്കുന്നു. ഇനി അതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും പറയാനൊന്നും പറ്റില്ല. ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ വർഷത്തിൻ്റെ ബേസിലാണ് പറയുന്നത്. ദെൻ അവരുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, MCOM സെക്കൻഡ് സെമസ്റ്റർ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പ്രതീക്ഷിക്കാം. ദെൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അസൈൻമെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാംസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ നമുക്കൊരു ഷെഡ്യൂള് ഇതിനേക്കാൾ മുമ്പ് കുറേ വർഷങ്ങളായിട്ട് അറിയാം. ബിഗിനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 1-2 പ്രാവശ്യം കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ഈ ഒരു ടൈമിലായിരിക്കും എക്സാം ഉണ്ടാവുക, അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സബ്മിഷൻ റിസൾട്ട് എന്നൊക്കെ. അവരെന്തായാലും വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.